Hello friends, welcome to our channel Nathoon Tips and Stitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ കടല വെച്ചിട്ട് എങ്ങനെ ന്യൂട്ടെല്ല ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂട്ടെല്ല ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് കടല കഴുകി നന്നായി തുണി കൊണ്ട് തുടച്ച് ഒരു ടർക്കി ടവലിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ള കടലയാണിത്. ഇനി ഈ കടല നമുക്ക് ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രം, അതായത് മൺചട്ടി പോലുള്ള പാത്രങ്ങളായി നന്നായി. അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് എടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കടല ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ നന്നായി തുടച്ച് നീക്കിയതിന് ശേഷം നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ പാത്രം ചൂടാകുമ്പോൾ ആ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കടല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ വേണം വറുക്കാൻ. ഇപ്പോൾ നമ്മുടെ കടല നല്ല വറവായിട്ട് നമുക്കിത് നമ്മുടെ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ കടലേനെ ഈ ചെറിയ ജാറിലിട്ടിട്ട് പൊടിക്കാം. ചെറിയ ജാറിലിടുമ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കടല തന്നെ ഒന്ന് പൊടിച്ച് നോക്കാം. നന്നായി ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ച് നോക്കാം. ഇപ്പം നമ്മുടെ കടല നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പൊടി പോരാ, ഇതുപോലെ പൊടിഞ്ഞാൽ പോരാ. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര, ഒരു കപ്പ് കടലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നല്ല നൈസായി എന്താ പറയുക, നല്ല ഭസ്മം പോലെയുള്ള പൊടി വേണം. അപ്പോൾ നമുക്കതൊന്നും കൂടി പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലപ്പൊടി നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. കടലപ്പൊടി നമ്മുടെ പഞ്ചസാരയും കൂടി നന്നായി പൊടിഞ്ഞിട്ട് നമുക്കൊന്ന് തരി മധുരം ഉണ്ടോ നോക്കാം. നമുക്ക് നമ്മുടെ കൊക്കോ പൗഡർ അതിലിട്ട് കൊടുക്കാം. 5 സ്പൂണ് ഇതിലേക്ക് ഇട്ടുണ്ട്. നമുക്ക് ഇതൊന്നും കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പൗഡർ നല്ല ചോക്ലേറ്റ് പൗഡർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒലിവ് ഓയിലല്ല ഞാൻ ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ കണ്ടോ നല്ല ഭസ്മം പോലെ നമ്മുടെ പൊടി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുഞ്ഞൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ്. നമുക്ക് ഒരു സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് അടിച്ചിട്ട് പോരെങ്കിൽ വീണ്ടും ഒഴിക്കണം. നമ്മൾ ഒരു മണത്തിന് ഒരു സ്പൂണ് നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കും, ഒരു തുള്ളി. അപ്പോൾ നമ്മൾ ഒരു അര കപ്പ് ഓയിലാണ് ഇതിൽ ഒഴിച്ചത്, പക്ഷേ അത് പോരാ. അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പും കൂടി ഓയിൽ ഒഴിക്കണം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കിത്തോന്ന് ടേസ്റ്റ് നോക്കി കിട്ടോ. നിൻ്റെ കുഞ്ഞിക്കൈ ഒന്ന് കിട്ടിയേ. സൂപ്പറായില്ല. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ബ്രെഡിൽ പുരട്ടി ബ്രെഡിൽ തേച്ച് പിടിപ്പിച്ച് കഴിക്കാം കേട്ടോ. അമ്മച്ചിനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിരിക്കുന്ന പിള്ളേർ തിരക്കായിട്ട് നിൽക്കണം ഇത് അവർക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം.
ഫ്രിഡ്ജിൽ വെക്കേണ്ട, നമുക്ക് ഒരു താഴെ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കാൻ പാടില്ല. അപ്പോൾ താഴെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂട്ടെല്ലേനെ ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി പിള്ളേർക്ക് നമുക്ക് ബ്രെഡിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.